Hey guys, welcome to a പുതിയ വ്ളോഗ് guys. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്രിസ്മസ് ഡേ വ്ളോഗാണ് ഇന്ന്. ഏതായാലും സ്വിഗ്ഗിയുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, എന്നിട്ടൊക്കെ പണിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് സ്വിഗ്ഗിയുടെ പല ക്വസ്റ്റ്യൻസും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 23-ാം തീയതി ആയിരുന്നു സ്വിഗ്ഗിയുടെ നമ്മുടെ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മന്ത്രി ശിവൻകുട്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ കേട്ടൊരറിവ്. നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ്. ഞാനത് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടു. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ അന്ന് നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സിറ്റിൻ്റെ അകത്തല്ല, മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അകത്ത് ഒരു LED ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ക്രിയേച്ചറൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട്. വലിയ വലിയ ക്രിയേച്ചേഴ്സ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ജിറാഫ്, നമ്മുടെ ഈ ക്രിസ്മസ് ആയിട്ടുള്ള ആ ഒരു ലാൻഡിൽ, അതായത് ക്രിസ്മസ് ട്രീ, കരടി, ക്രിസ്മസ് വീട്, പുൽക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ LED ബൾബ് കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അവിടെ നമ്മൾ പോയിട്ട് വലിയ പരിപാടിയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുഞ്ഞു LEDs കൊണ്ട് ഇത്രയും വലിയ ക്രിയേച്ചേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കൗതുകമുണ്ട്. ആക്ച്വലി ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല രീതിക്ക് തിരക്കായിരിക്കും ടൗണിൽ. ഇപ്പം ഞാൻ മാത്രമല്ല, ഈ ഒരു സാധനത്തിന് ഞാൻ ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഞാൻ 4 വർഷം മുന്നേ മതിൽ ചാടി കല്യാണം കഴിച്ചതിൻ്റെ മുതൽ ലിപ്സ്റ്റിക്ക് ചുവത്തിട്ട് ഇനി അങ്ങോട്ട് ചോപ്പിക്കാനില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30-6 മണി ആവാറായി. നമ്മൾ അവിടെ ഒരു 7 മണി ഒരു ഇരുടാവുന്ന സമയത്ത് പോയാൽ മാത്രമേ ഉള്ളൂ നല്ല വിഷ്വൽ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ക്രൗഡാണ് ഗായ്സ്. എൻ്റെ പൊന്നെ, നമ്മൾ ഈ സൈഡിലാണ് പോകാനുള്ളത്. ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റ് കൊണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ള കരടി ഉണ്ട്. ഇവിടെ വേറെ ആൾ, എൻ്റെ അമ്മയെ ക്രിസ്മസിൻ്റെ തിരക്ക് നോക്കിയാണ് ഗൈസ്. ഗോഡ്, യജാതി തിരക്കാ, ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്ന. എൻ്റെ പൊന്നെ നോക്കിയാണ് ഗൈസ്, ഈ ജാതി ജനസാഗരമാണല്ലോ. ഇത് ശബരിമലയൊക്കെ തിരക്കുണ്ടല്ലോ ഈശ്വര. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, എന്താ ഞാൻ ഈ കാണുന്നത്, വേറൊരു ലോകത്ത് പോയ പോലെ ഉണ്ട്. ഇവിടെ വേറൊരു വേൾഡ് മാപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അവിടെ ജിറാഫ് കാണുന്നുണ്ട്. ഇവിടെ 2 കരടി, ഇവിടെയും 2 കരടി. ഇവിടെ വേറൊന്ന്, മറ്റേ സ്നോയിലുണ്ടാകുന്ന പ്രതിമ, അതിൻ്റെ പേരെനിക്കറിയില്ല ഗൈസ്. ഈ വേൾഡ് മാപ്പ് നോക്കിയാണ്. ഓ എൻ്റെ പൊന്നെ, ഇതിൻ്റെ ചുറ്റും എവിടെ നോക്കിയാലും ലൈറ്റാണ് ഗൈസ്, എവിടെ നോക്കിയാലും ലൈറ്റ്. ഗൈസ് ഇതൊക്കെ നമ്മുടെ 2025 സാധനം ലൈറ്റ് കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇവിടെ ആകെ കൂടെ ഒരൊറ്റ വിഷയമുള്ളൂ ഗൈസ്, എമ്മാതിരി തിരക്കാന്ന് പറയും. ഈ ഒരു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലകളിൽ മാത്രമല്ല, ഫുൾ ഓൾ കേരള ആൾക്കാരാണ്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇവിടെ നോക്കി, ഫുൾ ഒരു പിരമിഡ് സെറ്റ് ചെയ്തേക്കുന്നു. ഫുൾ ഒരു LED ബൾബ് കൊണ്ട് ഫുൾ പിരമിഡ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 1/2 തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇത് ഫുൾ. എൻ്റെ പൊന്നെ, എനിക്കിതിനെ മുകളിലേക്ക് നോക്കിയിട്ട് കണ്ണെന്തേലും ആവുന്നുണ്ടോ? ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കണ്ണെന്തോ ഒരു ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്, ഓൾമോസ്റ്റ് ഒരു 1/2 തെങ്ങ് ഹൈറ്റ് ഉണ്ട്. നോക്കിയാണ് എങ്ങനെയുണ്ട്. ഇവിടെ ചുവന്ന കളറിൽ LED വെച്ചിട്ട് വലിയൊരു ഹാർട്ട് ഷേപ്പ് ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഹാർട്ട് ഷേപ്പിന്റെ അടിയിൽ ഒരു ഗംഭീര ഗാനമേളയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ പാട്ടല്ല, ഈ ക്രിസ്മസ് ആയതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പാട്ടുകളാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഈ LED കൊണ്ടുള്ള ക്രിയേച്ചർ മാത്രമല്ലാത്ത ഈ ഒരു സംഭവം ഉണ്ട്. ഇത് ആക്ച്വലി ഒരു തൂവല് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് LEDക്ക് പുറമെ ഒരു ഡിഫ്യൂസർ പോലെ എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തത്. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല ആൾക്കാരുണ്ട് ഇതിനടുത്തൊക്കെ ആയിട്ട്, നല്ലോണം ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, അവിടെ ആയിട്ടൊരു LED വാള് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് നല്ല സൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗാനമേള നടക്കുന്നുണ്ട്, അവിടുന്ന് ഗംഭീരമായ സൗണ്ട്. ഒന്നും ഞാൻ പറയുന്നത് കേൾക്കില്ല, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുത്തങ്ങ് വിടുന്നത്. പിന്നെ ഒന്നാമത് ഇവിടെ നല്ല ഇരുട്ടായത് കാരണം എൻ്റെ ഫേസും നിങ്ങൾ കാണൂല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ പിരമിഡ് കണ്ടു. അവിടെ പോയി അവിടുന്ന് ഫെദർ കണ്ടു. അവിടെ ഫെദർ ഉണ്ട് ഗൈസ്, അവിടെ ഇങ്ങനെയായിട്ട് ഫെദർ കാണുന്നുണ്ട്. ആ ഫെദർ കണ്ടതിന് ശേഷം നമ്മൾ അവസാനം വലിയ ജിറാഫിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇതിനുണ്ടല്ലോ നമ്മൾ ഏകദേശം ഒരു തെങ്ങിൻ്റെ ഒരു 1/2 തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു തെങ്ങ് പറയുന്ന ലേശം കൂടിപ്പോയി, ഏകദേശം ഒരു 1/2 തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് എത്ര LED ബൾബ് വേണ്ടി വരുമായിരിക്കുമല്ലോ ഇതിന്.
ഓ ഗോഡ്, എന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ, ഇത്രയും നേരം നമ്മൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ജിറാഫ് ജിറാഫ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി അതൊരു ജിറാഫ് അല്ല ഗൈസ്. ഞാൻ ഇപ്പോഴാണ് കറക്റ്റ് നോക്കിയത്. ഇത് ജിറാഫ് ഇങ്ങനെയല്ലല്ലോ, ഇത് എന്ത് ജീവിയത്? ഇത് ദിനോസർ അല്ലേ? ആക്ച്വലി ഇത് ദിനോസർ ആയിരുന്നു ഗൈസ്, ജിറാഫ് അല്ല. അങ്ങനെ ദിനോസർ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് അവിടെ 2 കരടി ഇരിപ്പുണ്ട്. ആക്ച്വലി അവിടെ ആയിട്ടൊരു ഹട്ട് ഇരിക്കുന്നുണ്ട്. ആ ഹട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം ഈ കരടീൻ്റെ അവിടത്തേക്ക് വരാനായിട്ട്. പക്ഷെ അവിടെ നല്ല കിടിലം തിരക്കാണ്. ഇവിടെ പെൻഗ്വിൻ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അതിന് കറക്റ്റ് പെൻഗ്വിനായി തോന്നുന്നത് ഇത് പെൻഗ്വിനാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു ഒരു മഞ്ഞ് സ്നോ ടൈപ്പ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് LED പരിപാടികൾ വേറെയുണ്ട്. ഒരു ഹെവനിൽ പോയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടുത്തെ തിരക്ക് നോക്കിയാണ് ഗൈസ്, എൻ്റെ പൊന്നെ. നമ്മളങ്ങനെ കരടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല, ഈ സ്നോ വെച്ചത് നോക്കും. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്ന് തോന്നുന്നു. നമ്മളെ കൈയൊക്കെ പൊട്ടിയായിട്ടൊന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലേ, അതാണെന്ന് തോന്നുന്നു. സ്നോ ഒക്കെ കറക്റ്റ് ഫീലിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി അവസാനം നമ്മുടെ വേൾഡ് മാപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിയേച്ചറാണ് ഇതും പിന്നെ ആ കാണുന്ന ഡൈനോസറും, നമ്മൾ നേരത്തെ കണ്ട ഡൈനോസറും പിന്നെ ഈ കാണുന്ന ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ഒരു സാധനം. എനിക്ക് കുറച്ചും കൂടെ ഈ വാം ടച്ച് കുറച്ചും കൂടെ ഇഷ്ടമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഗൈസ് ഈ കാണുന്നത് ഇതിൻ്റെ ചിറകാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ആക്ച്വലി കേരളമായിരുന്നു. അത് വേറെ ഏതോ രാജ്യം, ഓസ്ട്രേലിയയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. വേറെ രാജ്യങ്ങളൊന്നും ഇല്ലേ ഗൈസ്, വെറും 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 5 കേരളം അടക്കം 5 രാജ്യങ്ങളുണ്ട് ഗൈസ്. ഞാനും വിചാരിച്ചേ ഇതിനകത്ത് ഒരു ചിറക് മാത്രമേ കാണുന്നുള്ളൂ. ബേസ് ആ സൈഡിലും ചിറക് വരണ്ടേ? ചിറകാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇത് കേരളമാണെന്ന് മനസ്സിലായത്. ഇവിടെ പിണറായി സാറിൻ്റെയും റിയാസിക്കേൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കേരള ടൂറിസത്തിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഹട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ നല്ല ആൾക്കൂട്ടാണ് ഗൈസ്. ഇതിനകത്തേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടക്ക് ഹട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഹട്ടിൽ തിരക്ക് കാരണം ഓരോ ബാച്ചായിട്ടാണ് ഗൈസ് വിടുന്നത്. എന്താ ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ കറങ്ങി ഇതിന്റെ ഉള്ളിൽ കൂടെ പിന്നെ എനക്കാണ് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ തിരക്കുണ്ട്. അവിടെ ഹട്ടിന്റെ ഉള്ളിൽ. ഓ മൈ ഗോഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് കേട്ടാ. ഇത് ആക്ച്വലി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഓ എൻ്റെ പൊന്നെ, അവിടെ മുകളിൽ നമ്മുടെ കരടി ഇരിപ്പുണ്ട്. ഇപ്പൊ കരടിനെ കാണാനേ പറ്റുന്നില്ല. ഇവിടെ ഉണ്ട് കരടി. എലി ഇങ്ങനെ, എലിക്ക് വാലില്ലല്ലോ. എടോ അത് കരടിയാടോ. അതും കരടി. എടോ മഞ്ഞിൽ എങ്ങനെയാ മഞ്ഞിൽ എവിടെയാണ് എലി ഉണ്ടാവുക? പറയും മഞ്ഞിൽ എവിടെ എലി ഉണ്ടാവും? ഇത്രയും വലിയൊരു കരടീനെ കണ്ടിട്ട് എലിയാന്ന് മനസ്സിലായി. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ അവിടെ ദിനോസറിനെ കണ്ടിട്ട് ജിറാഫ്. അവിടെ വേറൊരു കരടി, അതിന്റെ ചെറിയൊരു കരടി. അത് എലിയാന്നൊന്നും പറയരുത് ഇനി. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ക്രിയേച്ചേഴ്സും ഇതിനകത്തൂടെ കിട്ടും. ഫസ്റ്റ് അവിടെ നിന്ന് ഹട്ട് കാണാം. ഹട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോബ്, പിന്നെ 2-3-4 കരടി, പിന്നെ എൻ്റെ ജിറാഫ്, ഇവിടുത്തെ ഡൈനോസർ. ഇവിടെ ഇത്രയും നേരമായിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇത് ക്രിസ്മസ് പപ്പ. പക്ഷെ ഇത്രയും നേരം ഇതിനകത്ത് കൂടെ ചുറ്റി അടിച്ചിട്ടും ഇപ്പോഴാണ് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൂപ്പ ഇതെന്താണ്? സ്വീറ്റ്സ് ആണോ? ഇത് സ്വീറ്റ്സ് ആണോ? നമുക്കാർക്കും സ്വീറ്റ്സ് ഇല്ല. എന്നിട്ട് കഴിഞ്ഞോ? അപ്പൂപ്പനെ കൂടെ ഫോട്ടോ എടുക്കുന്നു ഗൈസ്. എല്ലാ വർഷവും ഈ ഒരു ക്രിസ്മസ് ഡേക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പക്ഷെ ഇന്നേ വരെ ഇവിടെ ഇന്നേ വരെ ഇവിടുത്തെ ഈ ടൈപ്പ് ഒരു വിസിറ്റ് ഞാൻ നടത്തിയിട്ടേ ഇല്ല. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് കൂടി ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും അത്ഭുതം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ ഉണ്ടായിട്ട് വരുന്നത്. മീൻസ് എല്ലാ വർഷവും ഇതുണ്ടാവും. ഒരു കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഈ പറഞ്ഞ പരിപാടി എല്ലാ വർഷവും ഉണ്ടാറുണ്ട്. പക്ഷേ ഞാനിപ്പോഴാണ് വരുന്നത്. ആരെങ്കിലും കോഴിക്കോട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് വിസിറ്റ് ചെയ്തോ. കാരണം ഈ ഒരു പരിപാടി എന്തുതന്നെയാണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മായുന്നതാണ്. ഇവിടെ ഇത്രയും തിരക്ക് കുറഞ്ഞൊരു ഫുട്പാത്ത് ഉണ്ടായിട്ട് ഈ നടു റോട്ടിൽ കൂടെ മാത്രമാണ് എനിക്ക് വരാൻ കണ്ടത്.
അവിടെ തിരക്ക് കാരണം എനിക്ക് ഫുട്പാത്തിലേക്ക് വരാൻ പറ്റില്ല കേസ്. എമ്മാതിരി തിരക്കാന്നറിയോ. ഇവിടെ ഇത്രയും ഫുട്പാത്ത് കാലിയാണ്. പോലീസുകാരനൊക്കെ അതാ പോകണം. അങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിലുള്ള ലൈറ്റ് ക്രിയേച്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ മെല്ലെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് വന്നതായിരുന്നു. ഞാൻ സ്വിഗ്ഗി പോകുന്ന സമയത്ത്, ഞാനത് സ്വിഗ്ഗി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വട കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇവിടുത്തെ ഒരു കിടിലം വടയാണ് ഗൈസ്. ഇവിടെ നല്ല ചൂട് വടയും നല്ല ചട്നിയും അതുപോലെ തന്നെ ചായയും കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഞാൻ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല കിടിലം വടയും നല്ല കിടിലം സാമ്പാറും ഉണ്ട്. ഈ കുരിപ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 വട ഒരു ദിവസം കഴിക്കും. 5 വട. എങ്ങനെയുണ്ട് ഇന്നത്തെ വട? ആണ്. ഇവിടെ അതേ വട മാത്രമല്ല, നല്ല കിടിലം തട്ട് ദോശയുണ്ട്, അതുപോലെ തന്നെ ഓംലേറ്റ് ഉണ്ട്. ഞാൻ ഈ സമയത്ത് ഈ സ്വിഗ്ഗി വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്തും സ്വിഗ്ഗിക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നിട്ടാണ് വട കഴിക്കുക. എനിക്ക് ഫേവറേറ്റ് ആട്ടോ ഇവിടുത്തെ. നമ്മുടെ സ്ഥലം വരുന്നത് ഈ കോഴിക്കോട് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഗൈസ്. ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടിലം വടയാണ്. ആ 3 വട ഒറ്റയ്ക്കിരുന്ന് തീർത്തില്ലേ? 3 വടയാണ് ഇപ്പൊ തിന്നത് ഗൈസ്. ഞാൻ അതിനകത്ത് ഒരു വടേന്റെ പകുതി ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം എടുത്തു. അടുത്തൊരു സെറ്റും കൂടെ പറയാം ചേട്ടാ, ഒരു സെറ്റും കൂടെ വട. ഞാൻ ഇവിടെ സ്ഥിരം കഴിക്കലുണ്ട്. ഇവനറിയാലോ എന്നെ, ഇവന് ബോസിനറിയാ. ഞാൻ അടുത്ത 3 വട. ഞാൻ ഇപ്പൊ തിന്നില്ലെങ്കിൽ ലാസ്റ്റ് എനിക്ക് വട കിട്ടലുണ്ടാവുക. ഇനി ഞാൻ വട കഴിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇനി എനിക്ക് വട കിട്ടൂല. ഒക്കെ ഈ കുരിപ്പെടുത്ത് തിന്നും. അവർ മോൻ ഒന്നും പറയല്ലേ, കിട്ടില്ല വട. അവൻ തീർത്തില്ലേ? അടുത്ത സെറ്റ് പറയണ്ടേ ഇനി? ഇപ്പൊ മൊത്തം എത്ര വട? 6 വട. ഞാൻ അടുത്തൊരു 3 എണ്ണം കൂടി പറയാം. ഒരു സെറ്റും കൂടെ എടുത്തു. വട വട വട. ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ദോശ മതി, ഒരു സെറ്റ് ദോശ വട. അടുത്ത ദോശ. ഓക്കെ, ഒരു ചായ പറയണ്ടേ? ദോശ എങ്ങനെയുണ്ട് നോക്കാം. അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. അടിപൊളി. നല്ല ചൂട് ചായ ഗൈസ്. ദോശ എന്നൊക്കെ പറയണ്ട, എന്നെ പതാന്നിരിക്കും. സ്ഥിരം ഇവിടുന്ന് ആ ഫുഡ്. ആ ഓക്കെ സെറ്റ്. ഇനി എന്തെങ്കിലും? മൊത്തം 9 കടി, അതിനകത്ത് 6 എണ്ണം ഈ ബ്ലഡി പൂളാണ് കഴിച്ചത്. വടയാണോ ദോശയാണോ ഇഷ്ടപ്പെട്ടത്? എങ്ങനെയുണ്ട്? നല്ല മുരിഞ്ഞ വടയല്ലേ മോനെ. അങ്ങനെ നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിലുള്ള അതിമനോഹരമായിട്ടുള്ള LED ക്രിയേച്ചേഴ്സ് ഒക്കെ കണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് നല്ലൊരു കിടിലൻ വടയും ചായയൊക്കെ കുടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ഡേ? ക്രിയേച്ചേഴ്സ്, LED ക്രിയേച്ചേഴ്സ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ LED ക്രിയേച്ചർ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ ഇന്നാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ 4 വർഷം ഉണ്ടായിട്ടും ഇത്രയും അടുത്തായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ആരെങ്കിലും കാണാൻ താല്പര്യപ്പെടുന്നു? അവിടെ ഒരു ഗംഭീര കളി നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ ചെറിയവന്റെ പേരാണ് വേലായുധം കുട്ടി. ഇതിൻ്റെ ലിയക്കുട്ടി. ഇതിനെ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. ഒരു വള്ളീൻ്റെ അകത്തുനിന്ന് ചൊറഞ്ഞ് കിടന്നിട്ട് എൻ്റെ അനിയൻ പോയി രക്ഷിച്ച് കൊണ്ടുവന്നാണ് ഇതിനെ പേര് ഞങ്ങൾ ഇട്ടത് വേലായുധം കുട്ടി എന്നാണ്. അതിന് ചെവിട് കേൾക്കില്ല ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വീഡിയോയിൽ പരിചയപ്പെടുത്തട്ടെ. അവിടെ ഇരിക്കുക. ഇത് എൻ്റെ ലിയക്കുട്ടിയാണ് ഗൈസ്. ഇതെൻ്റെ ലിയക്കുട്ടി. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി. എന്നെ കെട്ടിപ്പിടിക്കും. കിടക്കല്ല, എന്നെ കെട്ടിപ്പിടിക്കും. കിടക്കാനല്ല, എന്നെ കെട്ടിപ്പിടി. ഇവിടെ വാ, കെട്ടിപ്പിടി. അമ്മോ, കെട്ടിപ്പിടിച്ച് നക്കി ഗൈസ്.
അപ്പോൾ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പം പോയി കണ്ടോളൂ. ഏകദേശം ഒരാഴ്ചയും കൂടെ അത് ആ ക്രിയേച്ചേഴ്സ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം ആരെങ്കിലും കോഴിക്കോട് ഭാഗത്തുണ്ടെങ്കിൽ പോയി കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.